ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായി സെപ്റ്റംബർ 13 കൊച്ചി നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെന്ററിൽ മെഗാ ടൂറിസം B2B മീറ്റ് ഒരുങ്ങുന്നു. ഇടനിലക്കാരുടെ ചൂഷണമില്ലാതെ നേരിട്ട് ഇന്ത്യയിലെയും വിദേശത്തെയും ടൂറിസം ബിസിനസ് ചെയ്യുന്ന സപ്ലയർമാരുമായി ബിസിനസ് ചെയ്യാൻ കേരളത്തിലെ ഓരോ ടൂർ ഓപ്പറേറ്റർമാരെയും ട്രാവൽ ഏജൻസിയെയും പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മീറ്റ് ഒരുക്കുന്നത്. പ്രമുഖ ലോകസഞ്ചാരി സന്തോഷ് ജോർജ് കുളങ്ങര, പ്രമുഖ ട്രാവൽ ബ്ലോഗർ ഹാരിസ് അമീർ അലി എന്നിവരുമായുള്ള ചർച്ചയും മീറ്റിന്റെ പ്രധാന ആകർഷണമാണ്. എൻ്റെ പേര് മനോജ് വിജയൻ. ഞാൻ കേരള ട്രാവൽ ആൻഡ് ടൂർ കൺസോർഷ്യം KTTCയുടെ പ്രസിഡന്റാണ്. ഈ വരുന്ന സെപ്റ്റംബർ 13 സിയാൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ട് നമ്മളൊരു മെഗാ B2B മീറ്റ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളുടെ 4ാമത്തെ എഡിഷനാണ്. 2 പ്രാവശ്യം ഗോകുലത്തിലായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം സിയാലിൽ തന്നെയായിരുന്നു. നിങ്ങളുടെ എല്ലാം വിലയേറിയ സഹകരണം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രോഗ്രാമായിരുന്നു. ഈ വരുന്ന പ്രോഗ്രാമിന് ഏകദേശം 4000 ട്രാവൽ ഏജൻസ്, ഇത് പ്യുവർലി B2B ആണ്, ഔട്ട്സൈഡ് കസ്റ്റമേഴ്സിനില്ല. 4000 ട്രാവൽ ഏജൻസ് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 200-ൽ പരം സ്റ്റോളുകൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പല സ്ഥലത്തു നിന്നും ഇന്ത്യക്ക് പുറത്തും ഇന്ത്യക്കുള്ളിലും പുറത്തും നിന്നുള്ള ആൾക്കാരുടെ സ്റ്റോളുകളാണുള്ളത്. DMCs, ഹോട്ടലിയേഴ്സ്, അതേപോലെ തന്നെ തായ്ലൻഡ്, വിയറ്റ്നാം, ജപ്പാൻ, സിംഗപ്പൂർ, മലേഷ്യ, മാൽദീവ്സ്, ഇവരുടെ എല്ലാം സ്റ്റോളുകളുണ്ട്. നമ്മുടെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈവൻ ഈ KTTCയിൽ നമുക്കൊരു 250 മെമ്പേഴ്സ് ഉണ്ട്. അതെല്ലാം പ്യുവർലി ഓണേഴ്സാണ്, ചെറുകിടക്കാരായ ഓണേഴ്സാണ് അതിലുള്ളത്. അപ്പോൾ അവർക്ക് ഡയറക്റ്റ് ബിസിനസ് ചെയ്യാനുള്ള വേദി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും ലക്ഷ്യം. അതായത് വലിയ ആൾക്കാരുടെ നിന്നും ചൂഷണത്തിൽ നിന്ന് ഒഴിവാക്കി, പലപ്പോഴും ആൾക്കാർക്ക് ഇപ്പോൾ ജപ്പാനിലൊക്കെ സിംഗപ്പൂർ ചെയ്യണമെങ്കിൽ അത് ആർക്ക് കൊടുക്കണം, എന്ത് ചെയ്യണം എന്നൊരു പിടുത്തമില്ലാതെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ അവർക്ക് ഇവിടെ വന്ന് നമ്മളെ സ്റ്റോൾ പരിചയപ്പെട്ട് ജെനുവിനായിട്ടുള്ള ട്രാവൽ ഏജൻസിനെ പരിചയപ്പെടുക, ഡയറക്റ്റ് ബിസിനസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള മെമ്പേഴ്സിനാണെങ്കിലും നമ്മളെപ്പോഴും ആരെങ്കിലും ഒരാൾ ഇപ്പോൾ ഒരു വണ്ടിയുടെ കാര്യമൊക്കെ അല്ലെങ്കിൽ സിംഗപ്പൂർ, മലേഷ്യ, തായ്ലൻഡ്, നേപ്പാൾ എന്ത് ചോദിച്ചാലും നമ്മളവരുടെ ഡയറക്റ്റ് നമ്പറാണ് കൊടുക്കാറ്. അല്ലാതെ നമ്മൾ ചെയ്യാം എന്ന് പറയുകയല്ല ചെയ്യും. KTTC പ്യുവർലി ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനാണ്. അതിൽ നമുക്ക് വേറെ ആരും നിന്നും ഒരു ചെറിയ മെമ്പർഷിപ്പ് ഫീസ് അല്ലാതെ വേറെ ഒന്നും ആരും നിന്നും വാങ്ങിക്കുന്നില്ല. അതുകൂടാതെ നമ്മൾ ഒരുപാട് ഫാം ട്രിപ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പല ആൾക്കാർക്കും ഡെസ്റ്റിനേഷനുകൾ പരിചയപ്പെടുത്താൻ, ഇപ്പോൾ അടുത്ത് തന്നെ തായ്ലൻഡ് ഉണ്ടായിരുന്നു, ഗോവ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മെമ്പേഴ്സിന് അവിടെ പോയി ആ ഡെസ്റ്റിനേഷൻ പരിചയപ്പെടുക, അവിടുത്തെ ഹോട്ടൽസിന് പരിചയപ്പെടുക, അപ്പോൾ ഡയറക്റ്റ് അവരുമായിട്ട് ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഉദ്ദേശം. അപ്പോൾ അതേപോലെ ട്രെയിനിങ് പ്രോഗ്രാംസ് നമ്മൾ നടത്തുന്നുണ്ട്. ഈവൻ സ്റ്റാഫിനുള്ളതും മെമ്പേഴ്സിനുള്ളതും ട്രെയിനിങ് പ്രോഗ്രാം. ലൈക്ക് പലർക്കും ചിലപ്പോൾ സിംഗിളായിട്ട് തുടങ്ങിയ ആൾക്കാർക്ക് എങ്ങനെ ചെയ്യണം, എങ്ങനെ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി അത്ര അവെയർ ആയിരിക്കില്ല. അപ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് ട്രെയിനിങ് പ്രോഗ്രാംസും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 4ാമത്തെ കൊല്ലമാണത്. കഴിഞ്ഞ കൊല്ലം നിങ്ങളുടെ എല്ലാം വളരെയധികം സഹകരണം ഉണ്ടായി. അതുകൊണ്ട് വളരെ സക്സസ്ഫുള്ളായിട്ട് അത് പരിപാടി നടന്നു. ഈ പ്രാവശ്യവും തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും അതിൽ പങ്കെടുക്കണം. തുഷാർ കമ്മിറ്റിയുടെ ചെയർമാനാണ്. കഴിഞ്ഞ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 3 സീസണും വളരെ സക്സസ് ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. അതിലൂടെ തന്നെ അനേക പുതിയ ടൂർ ഓപ്പറേറ്റേഴ്സിനെ സൃഷ്ടിക്കുവാനും അവർക്ക് ബിസിനസ്സിൽ വലിയൊരു ഗ്രോത്ത് ഉണ്ടാക്കുവാനും സാധിച്ചു. അതുതന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യവും തന്നെ. നേരത്തെ സൂചിപ്പിച്ച പോലെ 200-ൽ പരം ട്രാവൽ ഏജൻസ് മാത്രമുള്ള ഒരു സംഘടനയാണ്, പ്യൂർലി ഓണേഴ്സായിട്ടുള്ള സംഘടന. പുതുതായിട്ടൊക്കെ വന്ന ആൾക്കാർക്കൊക്കെ അവർക്ക് എങ്ങനെ ഇത് ചെയ്യണമെന്നുള്ള വേണ്ട ഡയറക്ഷൻസ് കൊടുക്കുന്നതിനും അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുകയാണ് ഈ സംഘടനയുടെ പ്രധാനമായ ലക്ഷ്യം തന്നെ. അപ്പം ഈ വരുന്ന 13 നടക്കുന്ന ഈ കൺവെൻഷൻ, ഈ എക്സിബിഷന് B2B മീറ്റിൽ ഈ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള DMCകൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ തന്നെ ഞങ്ങൾ കഴിഞ്ഞ സീസൺ സക്സസ് ആയതിൻ്റെ വലിയൊരു തെളിവായിരുന്നു. ഞങ്ങൾ ഇത് അനൗൺസ് ചെയ്ത് ഏകദേശം ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ 75% സ്റ്റോളുകൾ ഞങ്ങൾക്ക് ഡയറക്റ്റ് ബുക്ക് ചെയ്യാൻ പറ്റി. കാരണം ഇങ്ങോട്ടുള്ള എൻക്വയറി അതേ കണക്കായിരുന്നു. കാരണം അവർക്കെല്ലാവർക്കും കഴിഞ്ഞ പ്രാവശ്യം വന്നവർക്ക് എല്ലാവർക്കും തന്നെ അതിൻ്റെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. പരിചയപ്പെടാനും പുതിയ ഡെസ്റ്റിനേഷനിൽ പോകാനും ഒക്കെ സാധിച്ചു. അപ്പോൾ അതിലൂടെ അവരുടെ ബിസിനസ്സിൽ വലിയൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിച്ചു. പ്രസിഡന്റിലൂടെ സൂചിപ്പിച്ച പോലെ ട്രെയിനിങ്ങുകളും എന്താണ് ഒരു സംഘടന അംഗങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ടത് അതെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു ലാഭയിച്ചോടുള്ള ഒരു സംഘടനയല്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു വലിയൊരു മഹാ സംരംഭമാണ്. പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ തന്നെ പല ഇന്റർനാഷണലിലും അതുപോലെ പല സ്ഥലങ്ങളിലും ഇവിടുന്ന് ഗസ്റ്റുകൾ പോയിട്ട് കുടുങ്ങിയിട്ട് നമ്മൾ മിനിസ്റ്റേഴ്സൊക്കെ ഇടപെട്ട് അവരെ കൊണ്ടുവരുന്നൊക്കെ കുറേ സംഭവങ്ങൾ നമ്മൾ പത്രത്തിൽ എല്ലാം കണ്ടിട്ടുണ്ട് നമ്മൾ.
ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രാവൽ ഏജൻസും ടൂർ ഓപ്പറേറ്റർമാരൊക്കെ ഈ ലോക്കലായിട്ട് ഉള്ള ഫ്രോഡുകളെ കയ്യിൽ നിന്ന് ബിസിനസ് എടുത്തിട്ട് അവര് മറ്റവർക്ക് മറിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഇവിടുന്ന് ആള് പോകുമ്പോൾ അവിടുത്തെ ആൾക്ക് ഡയറക്റ്റ് പൈസ കാര്യങ്ങളോ കിട്ടുന്നില്ല. അപ്പൊ അത് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർനാഷണൽ എന്നുള്ള DMC-കളെയും നമ്മളെ ഇന്ത്യയിലുള്ള DMC-കളൊക്കെ നമ്മൾ നേരിട്ട് കൊണ്ടുവന്ന് ഏതൊരു സാധാരണക്കാരനും നേരിട്ട് ബിസിനസ്, സാധാരണഗതിയിൽ ഇപ്പൊ ഞങ്ങളൊക്കെ ബിസിനസ് പണ്ടൊക്കെ ചെയ്തിരുന്നത്, ഇപ്പോഴാണ് നമ്മൾ നേരിട്ടൊക്കെ തുടങ്ങിയത്. പണ്ട് ചെയ്തിരുന്നത് നമ്മൾ എറണാകുളത്തുള്ള വലിയ ആൾക്കാർ കയ്യിൽ നിന്ന് നമ്മൾ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഒരു 5000 രൂപയ്ക്ക് നമ്മൾ പാക്കേജ് എടുക്കും. അപ്പൊ ഈ 5000 രൂപ അവർ തരുമ്പോൾ അവരൊരു മാർജിൻ എടുത്തിട്ടാണ് നമുക്ക് തരുന്നത്, നമ്മളതൊരു 6000 രൂപയ്ക്ക് കൊടുക്കും. അപ്പോൾ ഒരു ഗസ്റ്റിനെ സംബന്ധിച്ചൊരു ഇവിടുന്ന് ട്രിപ്പ് പോകുന്ന ആളെ സംബന്ധിച്ച് വലിയൊരു എമൗണ്ട് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഈ ഇടനിലക്കാരെ ചൂഷണം ഇല്ലാണ്ട് ഇപ്പൊ ഞാനൊരു സാധാരണക്കാരനായ ഒരു ട്രാവൽ ഏജന്റ്, എനിക്കൊരു തായ്ലൻഡ് വന്നു, ഞാൻ ഉടനെ വിളിക്കുന്നു, ഞാൻ ഈ ഇതിൽ വന്ന് സ്റ്റോളിൽ വന്ന് ഇവരെ കണ്ട് പരിചയപ്പെട്ട് എനിക്ക് ഡയറക്റ്റ് ബിസിനസ് ചെയ്യാൻ പറ്റുമവരായിട്ട്. അതിനിടയിൽ നമുക്കൊന്നുമില്ല, അതും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള. ഇപ്പൊ നമ്മൾ തന്നെ കഴിഞ്ഞ പ്രാവശ്യം തായ്ലൻഡിൽ പോയി കുടുങ്ങിയിട്ട് ഇവിടുന്ന് മിനിസ്റ്ററൊക്കെ ഇടപെട്ട് അവിടെ നമ്മൾ സപ്ലയർ ഉണ്ട് ബേബി മാത്യു എന്ന് പറഞ്ഞ പുള്ളീനെയൊക്കെ വിളിച്ചിട്ടാണ് ഇത് ക്ലിയർ ചെയ്തത്. അപ്പൊ ആ ഒരു കാര്യമാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ സമാപന സമ്മേളനത്തിൽ നമുക്ക് കുറച്ച് വിശിഷ്ട വ്യക്തികളുണ്ട്. അതായത് 3:30 മണിക്ക് ശേഷം നമ്മൾ ഒരു സംവാദം വെക്കുന്നുണ്ട്. അതിൽ നമ്മൾ പ്രമുഖ യൂട്യൂബർ ആയിട്ടുള്ള ട്രാവൽ ബ്ലോഗർ ആലിസ് എമിറൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തന്നെ ഒരു ചെറിയൊരു ട്രെയിനിങ് പ്രോഗ്രാം, അതായത് നമ്മളെ ഈ ട്രാവൽ ഏജൻസും ടൂർ ഓപ്പറേറ്റർമാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊരു പ്രമുഖ ട്രെയിനറായ സ്നോജ് മച്ചിക്കല ചെയ്യുന്നത്. സമാപന സമ്മേളനം നമ്മളെ രാജീവ് മിനിസ്റ്ററും സന്തോഷ് ചെറുകുളങ്ങരയാണ് നിർവഹിക്കുന്നത്. മുഖ്യാതിഥി സന്തോഷ് ചെറുകുളങ്ങര സാറാണ്. ഞങ്ങളായിട്ട് ഒരു 3 വർഷം സഹകരിച്ചുകൊണ്ടാണ് പുള്ളി വരുന്നത്. അങ്കമാലി MLA റോജി എംറോൺ, ആലുവ MLA അൻവർ സാദത്ത്, നമ്മുടെ MP ബെന്നി ബെഹനാൻ, അങ്ങനെ ഒട്ടേറെ നിരവധി പ്രമുഖരായുള്ള ആൾക്കാരുണ്ട്. പിന്നെ KTM എന്നുള്ള KTM-ന്റെ പ്രസിഡന്റ് ജോസ് പ്രദീപ് സാറുണ്ട്. എല്ലാ അസോസിയേഷനിലുള്ള എല്ലാ മഹത് വ്യക്തികളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ പ്രോഗ്രാം വെച്ചാൽ ഒരു ദിവസമേ ഉള്ളൂ. നമുക്ക് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഈ പ്രോഗ്രാം നമുക്കുള്ളത്. എൻ്റെ പേര് ഡെന്നി ജോസ്, ഞാൻ KTTCയുടെ ട്രഷററാണ്. ഇവിടെ സൂചിപ്പിച്ച 1-2 കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാത്തത് ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. നമ്മളിത് ഒരു പബ്ലിക് എൻട്രി അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളവിടെ ഒരു കാരണവശാലും വരുന്ന എല്ലാവർക്കും ഒരു എൻട്രി നമ്മൾ ഈ 13-ാം തീയതി കൊടുക്കുന്നില്ല. പ്യൂർലി ട്രാവൽ ഏജൻസ് ടൂറിസം പ്രൊഫഷണൽ ആയിട്ട് ബന്ധപ്പെട്ടവർക്ക് മാത്രമേ ആ ദിവസം നമ്മുടെ ഈ സ്റ്റാൾ വിസിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പുറത്തുനിന്ന് വന്ന സാധാരണക്കാർക്ക് വന്ന് കാണാനുള്ള ഒരു അവസരം നമുക്ക് ഈ B2B മീറ്റിൽ ഇല്ല. ഇത് പ്യൂർലി ബിസിനസ് ടു ബിസിനസ് ആണ്. അപ്പോൾ ആ കാര്യം നമ്മൾ പ്രത്യേകം എടുത്ത് പറയാം. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതൊരു സ്റ്റാൾ സന്ദർശനം എന്ന് പറഞ്ഞ ഒരുപാട് വ്യക്തികൾ പുറത്തുനിന്ന് വന്നു, പക്ഷെ അവർക്കൊന്നും ഇതിൻ്റെ അകത്തേക്ക് കയറാൻ നമ്മൾ അലോ ചെയ്യില്ല. കാരണം ഇത് ട്രാവൽ ഏജൻസും എക്സിബിറ്റേഴ്സും തമ്മിലുള്ള ഒരു ബിസിനസ് ടു ബിസിനസ് പ്രോഗ്രാമാണ് നടക്കുന്നത്. അവർക്ക് അവരുടെ ബിസിനസ് വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലിലാണ് സംഘടന നടത്തുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ടൊരു കാര്യം, കഴിഞ്ഞ പ്രാവശ്യം 5000-ഓളം ട്രാവൽ ഏജൻസ് പങ്കെടുത്തു കഴിഞ്ഞ വർഷം. ഈ വർഷം നമ്മൾ ഏകദേശം അതിൽ കൂടുതൽ ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ടൂറിസം മെച്ചപ്പെടുത്തുന്നതിനും ടൂറിസം ഉണർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള നടപടികളാണ് സംഘടനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. കേരളത്തിലെ എല്ലാ അസോസിയേഷനുകളും, കേരളത്തിലുള്ള ഇപ്പം നിലവിലുള്ള എല്ലാ ടൂറിസം അസോസിയേഷൻ, KTM ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കുന്നുണ്ട്. സാധാരണ നമ്മളറിയാം, നമ്മളൊരു ട്രാവൽ ഏജന്റിനെ സംബന്ധിച്ച് ഒരു റോഡ് ഷോ പങ്കെടുക്കണമെങ്കിൽ ചിലപ്പോൾ കേരളത്തിന് വെളിയിൽ ബോംബെ, ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലാണ് റോഡ് ഷോ നടക്കാറുള്ളത്. അപ്പോൾ അവിടെ ചെന്ന് പെടാനുള്ള ചെലവുകളൊക്കെ വളരെ കൂടുതലാണ്. സാധാരണക്കാർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത അത്ര, ചിലപ്പോൾ ഫ്ലൈറ്റ് ആയാലും അവിടെ ചെന്ന് താമസമൊക്കെ. പക്ഷേ ഈ കൊച്ചി ബേസ്ഡായിട്ടുള്ള ഈ പ്രോഗ്രാം നടത്തുമ്പോൾ അവരെ സംബന്ധിച്ച് നിലവിലുള്ള ട്രാവൽ ഏജൻസിന് അവിടെ വന്ന് അവർക്ക് ബിസിനസ് സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് സംഘടനയുടെ ഭാഗത്തു നിന്ന് തുഷാർ മെഗാ ടൂറിസം B2B മീറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളെ ഇപ്പോൾ കോവിഡിന് ശേഷം വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ ടൂറിസം മേഖല ഉണർന്നിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഇപ്പം ട്രാവൽ ചെയ്യാൻ ആൾക്കാർ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് മുന്നോട്ട് വന്നിരിക്കുക. അപ്പോൾ ഇതിന് പ്രധാനമായിട്ടും വേണ്ട അതിന് സർവീസ് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട്. ഇതിനൊരു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സംഘടനയിലുള്ളതിൽ 100% രജിസ്റ്റേർഡ് ആയിട്ടുള്ള അംഗങ്ങളാണ്. ഇതിൽ ഒരു രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം, അത് മസ്റ്റാണ്. അല്ലാതെ ഒരു വീട്ടിലിരുന്നുകൊണ്ട് ഒരു ചെറിയൊരു പേരിട്ടിട്ട് ഇത് മാർക്കറ്റ് ചെയ്യുന്നവരെയൊന്നും നമ്മൾ ഈ സംഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിന് മാനദണ്ഡങ്ങളുണ്ട് ഇതിൽ മെമ്പർഷിപ്പ് എടുക്കുന്നതിന്. അല്ല, അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പം പലരും വിദേശത്ത് പോകുന്നവർ, ഇപ്പം സ്വദേശത്ത് തന്നെ ആയാലും ഇപ്പം തന്നെ നമുക്കറിയാം കാശ്മീരൊക്കെ നന്നായിട്ട്
ബൂം ചെയ്തൊരു സമയത്താണ് ആ ഒരു വലിയ ഇൻസിഡൻറ്റ് ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്, നല്ല രീതിയിലുള്ളൊരു ബൂമിംഗ് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ തന്നെ എല്ലാ മേഖലകളും ഇപ്പം ഗോൾഡൻ ട്രയാങ്കിൾ ആകട്ടെ, ഗോവ ആകട്ടെ, ഹൈദരാബാദ് ആകട്ടെ, എല്ലാ ഡെസ്റ്റിനേഷനിലും, രാജസ്ഥാൻ ആകട്ടെ, ഗുജറാത്ത് ആകട്ടെ, എല്ലാ മേഖലകളിലും ടൂറിസം മേഖലയിലായിട്ട് ആൾക്കാർ ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറേ ഡെസ്റ്റിനേഷൻ ഉണ്ട്, മലേഷ്യ, സിംഗപ്പൂർ എന്നൊക്കെ പറയുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയ ഡെസ്റ്റിനേഷനുകൾ കണ്ടെത്തി അതിൽ ബെസ്റ്റ് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന നമുക്ക് പഹൽഗാമിൽ ഇടയ്ക്കൊരു ഇഷ്യൂ ഉണ്ടായതിനു ശേഷം വളരെയധികം അവിടേക്കുള്ള ആളുകൾ പോകാനായിട്ട് പേടിയായിരുന്നു. അത് വളരെ അവിടുത്തെ ബിസിനസ് വളരെയധികം കുറയുകയൊക്കെ ചെയ്തു. അപ്പം നമ്മൾ ഈ വർഷം അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, ആ ഡെസ്റ്റിനേഷൻ സപ്പോർട്ട് ചെയ്യാനായിട്ട് കാശ്മീരിൽ നിന്നുള്ള കുറേ DMCകളെ നമ്മൾ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അവർ നമ്മുടെ സ്റ്റോൾ എടുത്തിട്ടുണ്ട്. അവരെ നമ്മൾ പ്രത്യേകം നമ്മൾ ഇൻവൈറ്റ് ചെയ്തതാണ്. കുറേ പേര് അവർ വരുന്നുണ്ട്. അപ്പം നമ്മൾ ആ ഡെസ്റ്റിനേഷൻ മാക്സിമം മാർക്കറ്റ് ചെയ്യുക, ആളുകളുടെ ഭയം മാറ്റുക, നമ്മൾ അവർക്കും അവിടെ ബിസിനസ് നല്ല രീതിയിൽ കിട്ടാനുള്ള രീതിയിലുള്ള സപ്പോർട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് തായ്ലൻഡ് 10,000 രൂപ, അവർ എന്നിട്ട് പറയും ഇത് ഇവിടെ പോയി കഴിഞ്ഞാൽ 1000 രൂപയ്ക്ക് റൂം. മറ്റേ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇത് കാണുന്ന ആള് വിചാരം ഞങ്ങൾ സാധാരണഗതിയിൽ തായ്ലൻഡ് ട്രിപ്പ് നടത്തുക ഇൻക്ലൂഡിങ് ഫ്ലൈറ്റ് ചാർജ് അടക്കം നമുക്കൊരു 55 രൂപ. ഏഷ്യൻ കൺട്രീസിൽ നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ പെർ ഹെഡ് ഒരാൾക്ക് ഒരു 4 night 5 days വരുന്നത് ഒരു 60 രൂപ വരും, നല്ല രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ. ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പ്രാവശ്യം പോയതിന് അവർ റീലിട്ട് ഇതേമാതിരി ഒരു തലയും വാലും ഇല്ലാണ്ട് പിന്നെ ഞങ്ങൾ ട്രിപ്പ് നടത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് റീലിടുക ചെയ്യുന്നത്. നമ്മൾ ശരിക്കും നമ്മൾ എല്ലാ കാര്യം ഗവൺമെന്റ് കൊടുക്കുന്ന GST അടക്കം കൊടുത്തിട്ടാണ്, അതുപോലെ ഇത് TCS ഒക്കെ അടച്ചിട്ടാണ് നമ്മളൊരു ബിസിനസ് ചെയ്യുന്നത്. പക്ഷെ ഇവര് ഈ ഇങ്ങനെ ഓരോ പരസ്യം ഇടുമ്പോൾ ഗസ്റ്റ് വന്നിട്ട് നമ്മളോട് ചോദിക്കുക ഇൻസ്റ്റാഗ്രാമിൽ ഇത്രയേ ഉള്ളല്ലോ, നിങ്ങൾ വലിയ ചാർജാണ്. ഞങ്ങൾക്കൊക്കെ അങ്ങനെ ഇഷ്ടം മാതിരി ഇത് പോയിട്ടുണ്ട്. അത്തരം ആൾക്കാരെ ഗവൺമെന്റ് ഒന്ന് നിയന്ത്രിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ള മെയിൻ ഞങ്ങളുടെ അപേക്ഷ. കാരണം ഞങ്ങളെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവർക്കും ഇതൊക്കെ ഒരു ജോലിയുടെ ഭാഗം. പണ്ട് അറിയാലോ, ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് നമുക്കൊരു 1000-1500 രൂപയൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു. ഒരു ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു 200 രൂപ അത് നമ്മുടെ സർവീസിന്റെ പൈസ, ഞങ്ങളും അത്ര തന്നെ നമ്മൾ എടുക്കുന്നുള്ളൂ. പക്ഷെ ഇത് ഈ കാര്യങ്ങളെല്ലാം വന്ന് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പരസ്യമിട്ടത് ഞങ്ങളെ വല്ലാണ്ട് ദ്രോഹിക്കുന്നുണ്ട്. അതിന് ഗവൺമെന്റിന്റെ ഒരു സത്വര നടപടി ഉണ്ടാവണം എന്നുള്ളൊരു അപേക്ഷ ഞങ്ങൾക്ക് KTDCന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കാറുണ്ട്. അത്